ഹരിയും ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സരസ്വതി മന്ത്രമാണ്. ഓം സരസ്വതി മഹാഭാഗേ വിദ്യേ കമലലോചനേ വിദ്യാരൂപേ വിശാലാക്ഷി വിദ്യാം ദേഹി നമോസ്തുതേ. ഇതാണ് മന്ത്രം. ഓം സരസ്വതി നമോസ്തുതേ. അല്ലയോ സരസ്വതി ഭഗവതി, അമ്മയ്ക്ക് നമസ്കാരം ഭവിക്കട്ടെ. എങ്ങനെയുള്ള അമ്മയാണ്? അതാണ് തുടർന്നുള്ള പദങ്ങളിൽ വർണ്ണിക്കുന്നത്. മഹാഭാഗേ. മഹാഭാഗ എന്ന ശബ്ദത്തിന് രണ്ടർത്ഥമുണ്ട്. ആദ്യത്തെ അർത്ഥം ഏറ്റവും പരിശുദ്ധയായവൾ. തന്നിൽ നിന്ന് അന്യമായ ഒരു വസ്തു തന്നോട് ചേർന്നിരിക്കുമ്പോഴാണ് കലർപ്പുണ്ടാകുന്നത്. അമ്മ പരബ്രഹ്മ തത്വമാണ്. അമ്മയിൽ നിന്ന് അന്യമായി ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെയില്ല. ഉള്ളതുപോലെ തോന്നുന്നുണ്ടെങ്കിലും അമ്മ ഏകമേവാദ്വിതീയമായി വസിക്കുന്നു. അതുകൊണ്ട് ഏറ്റവും പരിശുദ്ധയായവൾ അമ്മ തന്നെയാണ്. അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം. മഹാഭാഗ എന്ന ശബ്ദത്തിന് ഐശ്വര്യത്തിന്റെ മൂർത്തിമത് ഭാവമായവൾ എന്നൊരർത്ഥവുമുണ്ട്. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വിഭൂതികളും അമ്മയിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. അവ നിലനിൽക്കുന്നതും ക്രമേണ ഇല്ലാതെയാകുന്നതും അമ്മയുടെ ഇച്ഛ കൊണ്ടാണ്. അതുകൊണ്ട് ഐശ്വര്യത്തിന്റെ മൂർത്തിമത് ഭാവം എന്ന് അമ്മയെ ഇവിടെ വിശേഷിപ്പിക്കുന്നു. അത് കഴിഞ്ഞു പറയുന്നു വിദ്യേ. വിദ്യ എന്ന ശബ്ദം കൊണ്ട് ഇവിടെ ആത്മശബ്ദത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആത്മാവിന്റെ സ്വരൂപം ജ്ഞാനമാണ്. ആ ജ്ഞാനമായി ഭഗവതി നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നു. അങ്ങനെ അമ്മ പ്രകാശിക്കുന്നത് കൊണ്ട് മാത്രമാണ് മറ്റു പലതും അറിയാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആത്മാവായി പ്രകാശിച്ചുകൊണ്ട് നമുക്ക് ജ്ഞാനത്തെ നിത്യം പ്രദാനം ചെയ്യുന്നവളായതുകൊണ്ട് വിദ്യ എന്നിവിടെ വിളിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞു പറയുന്നു കമലലോചനെ. താമരയുടെ ഇതളുപോലെ നീണ്ട സുന്ദരമായ കണ്ണുകളുള്ളവളെ. അത് കഴിഞ്ഞു പറയുന്നു വിദ്യാരൂപേ. ഇവിടെ വിദ്യാശബ്ദത്തിന് മന്ത്രം എന്നർത്ഥമെടുക്കണം. മന്ത്രം എന്നാൽ മനനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നതെന്തോ. അപ്പോൾ മന്ത്രശബ്ദങ്ങളായി ഈ ഭൂമിയിൽ പ്രകടമായി അത് ധ്യാനിക്കുന്നവരെ മുഴുവൻ രക്ഷിച്ച് ക്രമേണ അവർക്ക് ആത്മപദത്തെ പ്രദാനം ചെയ്യുന്നവളായതുകൊണ്ട് വിദ്യാരൂപേ എന്നിവിടെ വിളിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് പറയുന്നു വിശാലാക്ഷി. വിശാലമായ കണ്ണുകളുള്ളവൾ, അതായത് എല്ലാം കാണുന്നവൾ, സർവസാക്ഷിയാണ് അമ്മ. അങ്ങനെയുള്ള അമ്മയോട് അപേക്ഷിക്കുന്നു വിദ്യാം ദേഹി. എനിക്ക് വിദ്യയെ പ്രദാനം ചെയ്താലും ഭൗതികവും ആത്മീയവുമായ ജ്ഞാനത്തെ പ്രദാനം ചെയ്ത് എൻ്റെ ജീവിതത്തെ ധന്യധന്യമാക്കി തീർത്താലും എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഈ അർത്ഥം മനസ്സിലാക്കി ഈ മന്ത്രത്തെ ദിവസവും ജപിച്ചാൽ ശ്രേഷ്ഠമായ ഒരു ജീവിതം നമുക്കുണ്ടാകും. അതുറപ്പാണ്. ഹരിയും.